الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. വേദിയിലുള്ള ആദരണീയ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പടച്ചതമ്പുരാന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാത്ഭുതം ഖുർആൻ എന്ന തലക്കെട്ടിൽ ISM സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസൈറ്റ് ഇസ്ലാമിക് എക്സിബിഷന്റെ ഉദ്ഘാടന സെഷനിലാണ് നാം ഓരോരുത്തരുമുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേദങ്ങളുടെ നാട് എന്ന് ലോകത്തിനു മുന്നിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും. ഏതൊരു മതം വിശ്വസിക്കുവാനും ആ വിശ്വസിച്ച മതത്തിന്റെ വേഷവും ഭാഷയും സ്വീകരിക്കുവാനും അതിന്റെ ആദർശമനുസരിച്ച് ജീവിക്കുവാനും ആ ആദർശത്തിന്റെ ആരാധനകൾ നിർവഹിക്കുന്നതിന് ആരാധനാലയങ്ങൾ സ്ഥാപിക്കുവാനുമുള്ള ആ ആദർശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സുന്ദരമായ സൗഭാഗ്യം നൽകപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയിൽ ജനിക്കുവാനും ജീവിക്കുവാനും സാധിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചവും മാർഗവും പ്രകാശവുമായി അവന്റെ കൈകളിൽ കിട്ടിയ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ശുദ്ധമായ സന്ദേശങ്ങളെ അവന്റെ ചുറ്റിലുമുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന അനിവാര്യമായ ഒരു ബാധ്യത ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാത്ഭുതം ഖുർആൻ എന്ന പേരിൽ ഖുർആനിനെ പരിചയപ്പെടുത്തുവാനുള്ള ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന്റെ സഖാവായ പടച്ചതമ്പുരാൻ മനുഷ്യരിലേക്ക് അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഓരോ കാലഘട്ടത്തിലും ആ ജനതയുടെ ഭാഷയിൽ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു എന്നും ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു എന്നും ആ വേദഗ്രന്ഥങ്ങളിലൂടെ ജനങ്ങൾക്ക് ശുദ്ധമായ മാർഗദർശനം നൽകപ്പെട്ടു എന്നും മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ആ പ്രവാചക ശൃംഖലയിലെ അവസാന കണ്ണിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച സുന്ദരമായ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ ഉൾക്കൊള്ളുന്നത്. അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പ്രവാചകൻ, അക്ഷരാഭ്യാസമില്ലാത്ത ഒരു ജനതയുടെ മുന്നിൽ ദൈവികമായ ഒരു വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് ചിന്തിക്കുവാനും
ആലോചിക്കുവാനും പഠിക്കുവാനും അന്വേഷിക്കുവാനും ആഹ്വാനം ചെയ്യുന്നത് വളരെ വിശാലമായ അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സ്വയമേ അംഗീകരിക്കുന്ന, പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ ദൈവികം എന്നതാണ്. വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ ആ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ദൈവികമായ ഒരുപാട് അടയാളങ്ങളെയും ഈ വേദഗ്രന്ഥം അത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. 32-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ പടച്ച തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നു, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് ലോകങ്ങളുടെ സത്താവായ തമ്പുരാനിൽ നിന്നുമാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ ഈ വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും, ലോകത്ത് മനുഷ്യനായി പിറന്നു വീണ ആരെല്ലാമുണ്ടോ ആ മനുഷ്യർക്കെല്ലാമുള്ള മാർഗദർശനമാണ് എന്നും സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ് എന്നും വെളിച്ചത്തിലേക്ക് മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ് എന്നും വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറ ബഖറയിലെ 185-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യാസത്യ വിവേചന ഗ്രന്ഥമായിക്കൊണ്ടും നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതായിക്കൊണ്ടും മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ടും വിശുദ്ധ വേദഗ്രന്ഥത്തെ റമളാൻ മാസത്തിൽ അവതരിപ്പിച്ചവനാണ് പടച്ച തമ്പുരാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പടച്ച തമ്പുരാൻ വിശദീകരിക്കുന്ന കാര്യം മനുഷ്യന് മാർഗദർശനം എന്നുള്ളതാണ്. മുസ്ലിമിനെന്നല്ല, മക്കക്കാർക്കെന്നുള്ളതല്ല, മുഹമ്മദീയർക്കെന്നുള്ളതല്ല, അറബികൾക്കെന്നുള്ളതല്ല, മറിച്ച് മനുഷ്യന് മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വേദഗ്രന്ഥം ജനങ്ങളോട് സംസാരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം തമ്പുരാന്റെ അടുക്കൽ മനുഷ്യർ 2 വിഭാഗങ്ങൾ മാത്രമാണ്. ജാതിയുടെ പേരിലോ വർഗത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ കൊടിയുടെ പേരിലോ അല്ല മനുഷ്യൻ വേർതിരിക്കപ്പെടുന്നത്. മനുഷ്യ ദൈവത്തിന്റെ അടുക്കൽ മനുഷ്യൻ 2 വിഭാഗം മാത്രമാണുള്ളത്. ഒന്ന് ആണാണ്, മറ്റൊന്ന് പെണ്ണുമാണ്. അതുകൊണ്ട് തന്നെ 49-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിലൂടെ പടച്ച തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹന്നാസ്, ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു എങ്കിൽ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യന്റെ സകലമാന ഗുണങ്ങളും കാണിച്ചുകൊണ്ട് ചിന്തിക്കുവാൻ തയ്യാറാകുന്ന, പക്ഷപാതിത്വങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചിന്തിക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിശ്ചയമായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയത്, വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയത്, വ്യത്യസ്ത നിറക്കാരാക്കിയത്, വ്യത്യസ്ത ഭാഷക്കാരാക്കിയത്, വ്യത്യസ്ത ദേശക്കാരാക്കിയത് ഒരിക്കലും തമ്മിത്തല്ലാനല്ല, ആയുധമെടുക്കാനല്ല, രക്തം ചിന്താനല്ല, അല്ലെങ്കിൽ പദവി കാണിക്കുവാനുമല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാനാണ്. നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി വ്യത്യസ്ത ഗോത്രക്കാരാക്കി, വ്യത്യസ്ത നിറക്കാരാക്കി, വ്യത്യസ്ത പ്രദേശക്കാരാക്കി. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. ദൈവം തമ്പുരാന്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവൻ തറവാടിന്റെ പേരിലല്ല, നിറത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ അല്ല, മറിച്ച് ആ ദൈവം സൂക്ഷിക്കുവാൻ പറഞ്ഞ, പാലിക്കുവാൻ പറഞ്ഞ ഉപദേശ നിർദ്ദേശങ്ങളെയും താക്കീതുകളെയും വിധിവിലക്കുകളെയും ഒക്കെ ആര് മുഖവിലക്കെടുത്തുകൊണ്ട് സൂക്ഷ്മമായി ജീവിച്ചു പോവും, അവനാണ് ദൈവം തമ്പുരാന്റെ കോടതിയിൽ ആദരിക്കപ്പെടുന്നവനെന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ പറയുന്നു, മഹാത്ഭുതം തന്നെയാണ് ഈ ഖുർആൻ. ലോകത്തിന് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ആ വേദഗ്രന്ഥത്തിന്റെ അനുയായികളോട് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പാർട്ടികളുണ്ട്, ഒരുപാട് മതസംഘടനകളുണ്ട്. ഓരോ മതസംഘടനകളും ഓരോ പാർട്ടികളും അവരോട് ചിന്തിക്കുവാനും അതേപോലെ തന്നെ പഠിക്കുവാനും ആഹ്വാനം ചെയ്യുന്നുണ്ട് എങ്കിൽ, ഓരോ പാർട്ടികളുടെയും മാർഗമായും ലക്ഷ്യമായും വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് എങ്കിൽ
ആ ഗ്രന്ഥങ്ങളുടെ അപ്പുറത്തേക്കുള്ള ഒരു പഠനം, ആ ഗ്രന്ഥങ്ങളുടെ അപ്പുറത്തേക്കുള്ള ഒരു ചിന്ത, ആ ഗ്രന്ഥങ്ങളുടെ അപ്പുറത്തേക്കുള്ള ഒരു ചോദ്യം ഒരിക്കലും രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും മതസംഘടനകളാണെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ മനുഷ്യരോടായി ആവശ്യപ്പെടുകയാണ്. പഠിക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. അങ്ങനെ നിങ്ങളുടെ സട്ടാവിനെ കണ്ടെത്തണം. നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളെ ആരാണോ സംവിധാനിച്ചത്, നിങ്ങൾക്കാരാണോ വെള്ളവും വെളിച്ചവും വായുവും നൽകിക്കൊണ്ടിരിക്കുന്നത്, ആ സട്ടാവിനെ കണ്ടെത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണമെന്ന് 88-ാമത്തെ അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളിലൂടെ പടച്ച തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ശ്രവിച്ചു കഴിഞ്ഞ വചനമാണ്. അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. മനുഷ്യരെ നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്? അതിന്റെ കാലിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാൻ സാധിക്കുന്നില്ലേ? അതിന്റെ പേണിയിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാൻ സാധിക്കുന്നില്ലേ? അതിന്റെ പൂഞ്ഞയിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാൻ സാധിക്കുന്നില്ലേ? അതിന്റെ സഞ്ചാരത്തിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാൻ സാധിക്കുന്നില്ലേ? അങ്ങനെ നോക്കി നിങ്ങൾ ആ ഒട്ടകത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുവാൻ തയ്യാറായാൽ ആ ഒട്ടകത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ നിങ്ങൾക്ക് ഏവർക്കും കാണുവാൻ സാധിക്കും. ആകാശത്തിലേക്ക് നോക്കൂ. ഒരു സംരക്ഷണമായി കൊണ്ട് ആ ആകാശം നിലനിൽക്കുകയാണ്. ആ ആകാശത്തെ സംവിധാനിച്ചവൻ ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഭൂമിക്ക് ഉറപ്പ് നൽകുന്നതിനു വേണ്ടി, ഭൂമി നിങ്ങളെയുമായി ചായാതിരിക്കുന്നതിനു വേണ്ടി, ചാഞ്ഞു ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആണികളായിക്കൊണ്ട് ഈ പർവ്വതങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ പർവ്വതങ്ങളെ സ്ഥാപിച്ചവനായ രക്ഷിതാവിന്റെ കാര്യത്തിലേക്ക് ഒന്ന് നോക്കുവാൻ നിങ്ങൾക്ക് തയ്യാറില്ലേ? ഭൂമി ഇതാ വിധാനിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗകര്യമായ രൂപത്തിൽ ആ ഭൂമിയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വീടുണ്ടാക്കണമെങ്കിൽ, വലിയ കെട്ടിടമുണ്ടാക്കണമെങ്കിൽ, കളിസ്ഥലമുണ്ടാക്കണമെങ്കിൽ, പാടമുണ്ടാക്കണമെങ്കിൽ, പറമ്പുണ്ടാക്കണമെങ്കിൽ, തോടുവെട്ടണമെങ്കിൽ, കിണർ കുഴിക്കണമെങ്കിൽ, ഏതു രൂപത്തിലുള്ള ആവശ്യത്തിനു വേണ്ടി പറ്റുന്ന രൂപത്തിൽ ഒരു വിരിപ്പ് പോലെ, ഒരു പരവതാനി പോലെ ഈ ഭൂമിയെ വിധാനിച്ചു തന്നെ സട്ടാവിനെ കണ്ടെത്തുവാൻ ഇതാ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വേദഗ്രന്ഥവും പഠിക്കുവാൻ ആവശ്യപ്പെടുന്നില്ല. പഠിക്കേണ്ടത് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അന്വേഷിക്കേണ്ടത് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ചോദ്യം, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പഠനം ഒരിക്കലും ഒരു ഗ്രന്ഥവും മുന്നോട്ട് വയ്ക്കുന്നില്ല എങ്കിൽ ഇസ്ലാം അതിന്റെ അമാനുഷികമായ വേദഗ്രന്ഥം ഇതാ മുന്നോട്ട് വയ്ക്കുകയാണ്. പഠിക്കണം, ആലോചിക്കണം, ചിന്തിക്കണം. അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ച സട്ടാവിനെ കണ്ടെത്തണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നുവെങ്കിൽ ആ അന്ധവിശ്വാസങ്ങളൊന്നും തന്നെ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്കിടയിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെ ആ വിശുദ്ധ ഖുർആൻ ഒരു മഹാത്ഭുതമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയാണ്. 76-ാമത്തെ അധ്യായമായ സൂറ ഇൻസാനിലെ 2-ാമത്തെ വചനം മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിലനിന്നിരുന്ന അന്ധവിശ്വാസം, ആ അന്ധവിശ്വാസത്തിന്റെ ഒരു തരി പോലും ഈ വചനത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന, ആത്മാർത്ഥമായി പഠിക്കുന്ന, പക്ഷപാതിത്വം മാറ്റിവെച്ച്, കക്ഷിത്വം മാറ്റിവെച്ച്, തുറന്ന മനസ്സോടുകൂടി, തുറന്ന കണ്ണോടുകൂടി കേൾക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം, അറിയണമെന്ന മനസ്സോടുകൂടി ഖുർആനിന്റെ സാദ്വല തീരത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒരുപാട് അമാനുഷികമായ സിദ്ധാന്തങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് നിലനിന്നിരുന്ന അന്ധവിശ്വാസം, പുരുഷൻ ശ്രവിക്കുന്ന ബീജഗണത്തിന്റെ ഉള്ളിൽ, പുരുഷൻ ശ്രവിക്കുന്ന ബീജഗണത്തിന്റെ ഉള്ളിൽ ആൺകുഞ്ഞാണെങ്കിൽ ആൺകുഞ്ഞിന്റെ രൂപം, പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞിന്റെ രൂപം ഉണ്ട്. അത് സ്ത്രീയുടെ ഗർഭാശയം സ്വീകരിക്കുകയും ആ കുഞ്ഞിന് വളരാനുള്ള ഒരു സൗകര്യം മാത്രം സ്ത്രീയുടെ ഗർഭാശയം നൽകുകയും ചെയ്യുന്നു എന്ന ഒരു അന്ധവിശ്വാസം ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓടിക്കൊടുത്തുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ അന്ധവിശ്വാസത്തിന്റെ ഒരു തരി പോലും ആ പ്രവാചക വചനത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മഹാത്ഭുതമാണ്. ഈ ഖുർആൻ എന്നുള്ള വസ്തുതയിലേക്കാണ് വെളിച്ചം വീശുന്നത്. 76-ാമത്തെ അധ്യായം സൂറ ഇൻസാനിലെ 2-ാമത്തെ വചനം മനുഷ്യനോടായി സംസാരിക്കുകയാണ്. ഇന്നാ ഖലഖന
ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഖലഖനൽ ഇൻസാൻ നിശ്ചയം നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നിങ്ങൾ ഈ കാണുന്ന ആൾ ദൈവങ്ങളോ മരിച്ചുപോയതോ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ ആൾ ദൈവങ്ങൾക്കോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ദൈവങ്ങൾക്കോ ഒന്നും തന്നെ ആ സൃഷ്ടിപ്പിൽ ഒരു പങ്കുമില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചത് നിങ്ങളെ നാമാണ് സൃഷ്ടിച്ചത്. ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിമാകട്ടെ, ജൈനനാകട്ടെ, സിഖുകാരനാകട്ടെ, പാഴ്സിയാകട്ടെ, ബുദ്ധമതക്കാരനാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ഭൗതികവാദിയാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, മാർക്സിസ്റ്റുകാരനാകട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ, കോൺഗ്രസുകാരനാകട്ടെ, ലീഗുകാരനാകട്ടെ, RSSകാരനാകട്ടെ, BJPക്കാരനാകട്ടെ, ആര് തന്നെയാണെങ്കിലും മനുഷ്യന്റെ മാനുഷികമായ ഗുണങ്ങൾ കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് എങ്കിൽ നിങ്ങളെ നാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മിന്നുചുഫ, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നുമാണ്. ആ ഇന്ദ്രിയ തുള്ളിയുടെ പ്രത്യേകത അംശാജിൻ, കൂടിച്ചേർന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതിന് ഒന്നുകൂടി വ്യക്തത നൽകുന്നു. 86-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിലൂടെ യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്, യഖ്റുജു, ആ ഇന്ദ്രിയ തുള്ളിയുടെ ആരംഭം തുടങ്ങുകയാണ്. അതിന്റെ യാത്ര ആരംഭിക്കുന്നത് എവിടെ നിന്നുമാണെന്നല്ലേ? പുരുഷന്റെ മുതുകല്ലിൽ നിന്നും സ്ത്രീയുടെ വാരിയല്ലുകൾക്കുള്ളിൽ നിന്നുമാണ് ആ കൂടിച്ചേർന്നുണ്ടാകുന്ന ഇന്ദ്രിയ തുള്ളിയുടെ ആരംഭമെന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകനിലൂടെ ഓതിക്കൊടുക്കുമ്പോൾ ശാസ്ത്രം പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത, ശാസ്ത്രം ഒരു തരി പോലും ഇല്ലാത്ത അക്കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഡാർക്ക് ഏജ് എന്നുള്ളതാണ്, ഇരുണ്ട കാലഘട്ടമെന്നാണ്. ആ ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് അന്ന് നിലനിന്നിരുന്ന അന്ധവിശ്വാസത്തിന്റെ ഒരു തരി പോലും സ്വാധീനം ചെലുത്താതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ലോകത്തുള്ള മനുഷ്യരോടായി വളരെ കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്, മനുഷ്യരെ നാം നിങ്ങളെ സൃഷ്ടിച്ചത് കൂടിച്ചേർന്ന ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നുമാണ്, അണ്ടത്തിൽ നിന്നും പുംബീജത്തിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ശാസ്ത്രമിത നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നു. അങ്ങനെ തന്നെയാണ് മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടി അങ്ങനെ തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ ഖുർആൻ ഒരു മഹാത്ഭുതമല്ലാതെ മറ്റെന്താണ് സഹോദരന്മാരെ? സൃഷ്ടിപ്പിനെ കുറിച്ച് അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ അന്ധവിശ്വാസത്തിന്റെ ഒരു സ്വാധീനം പോലുമില്ലാതെ വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മനുഷ്യരോടായി സംസാരിക്കുകയാണ്. ഈ വചനങ്ങളൊന്ന് ശ്രവിക്കുവാൻ, ഇതിലൂടെയൊന്ന് കണ്ണോടിക്കുവാൻ, ഇതിനെയൊന്ന് പഠിക്കുവാൻ, ഇതിനെയൊന്ന് അറിയുവാൻ വളർത്തുന്നു എന്നും പക്ഷപാതിത്വമുണ്ടാക്കുന്നു എന്നും കക്ഷിത്വമുണ്ടാക്കുമെന്നുമെല്ലാം മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയുമെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെയാണോ ഈ ഖുർആൻ, അതാണോ ഈ ഖുർആൻ എന്നൊന്ന് ചിന്തിക്കുവാൻ, എന്നൊന്ന് പഠിക്കുവാൻ ആത്മാർത്ഥമായ ഒരു ശ്രമം സഹോദരന്മാരെ, അതിനുള്ള ഒരു സുവർണാവസരം ഇതാ നമുക്ക് കൈവന്നിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നു മുതൽ മെയ് 5 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഈ സ്റ്റാൾ ഇവിടെ തുറന്നു വച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടിയിട്ടാണ്, പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഒരു കക്ഷിയെ വളർത്തുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ചറിയാൻ, നമ്മെ എന്തിനു സൃഷ്ടിച്ചു എന്നറിയാൻ, നമ്മുടെ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കാൻ, ആ ജീവിതത്തിൽ ഒരാളും സഹായിക്കാൻ വരില്ല എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആനിനെ കുറിച്ചുള്ള മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ട്, മനുഷ്യർക്ക് വെളിച്ചമായിക്കൊണ്ട്, മനുഷ്യർക്ക് പ്രകാശമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വേദഗ്രന്ഥത്തെ ലോകത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളിലേക്ക് വന്ന ഒരു പ്രവാചകനല്ല, മറിച്ച് ലോകത്തിന് കാരുണ്യമായിക്കൊണ്ട്, ലോകർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ ആ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. 21-ാമത്തെ അധ്യായത്തിലെ 105-ാമത്തെ വചനത്തിലൂടെ വ്യക്തമായി വിശദീകരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രവാചകരെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല, അങ്ങയെ നാം അയച്ചിട്ടില്ല ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ മനുഷ്യർക്കെന്നല്ല, മറിച്ച് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ആരെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ആരെല്ലാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ആരെല്ലാം ഇരതേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ആരെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അവർക്കെല്ലാം കാരുണ്യമായിക്കൊണ്ട്, അവർക്കെല്ലാം അനുഗ്രഹമായിക്കൊണ്ടാണ് മുഹമ്മദ് നബിയെ നിയോഗിച്ചത് എങ്കിൽ ആ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ നമുക്കായി കടന്നു വന്ന വചനങ്ങൾ മനുഷ്യരെ നമ്മുടെ മോക്ഷത്തിനു വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യരെ നമ്മുടെ വിജയത്തിനു വേണ്ടിയിട്ടുള്ളതാണ്,
മനുഷ്യരെ നമ്മുടെ പരലോകം വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യരെ സ്വർഗം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വചനങ്ങളിലേക്ക് ആത്മാർത്ഥമായി ഒന്ന് കടന്നു വരാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനം. ആ 6-ാമത്തെ വചനത്തിൽ പറയുന്ന എണ്ണങ്ങൾ പോലും കൃത്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ട്, ഒരു മനുഷ്യൻ സൃഷ്ടി ആരംഭിക്കുമ്പോൾ തന്നെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ അവൻ കഴിഞ്ഞുകൂടുന്നത് മൂന്ന് തരം ഇരുട്ടറകൾക്കുള്ളിലാണ്. 3 തരം ഇരുട്ടറകൾക്കുള്ളിലാണ് എന്ന് കൃത്യമായി എണ്ണം പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം വ്യക്തമാക്കി നമ്മുടെ മുന്നിലേക്ക് തരുമ്പോൾ, ഇതാ ഇന്ന് ആധുനികമായ പഠനങ്ങൾ ആ 3 ഇരുട്ടറകൾ ഏതൊക്കെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഉദരഭിത്തിയാകുന്ന 1-ാമത്തെ ഇരുട്ട്, ഗർഭാശയഭിത്തിയാകുന്ന 2-ാമത്തെ ഇരുട്ട്, ആംനിയോൺ കോറിയോൺ പാടയാകുന്ന 3-ാമത്തെ ഇരുട്ട് എന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ, ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു തരി പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ലോകത്തിന് കാരുണ്യമായി കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോടായി പറയുകയാണ്, മനുഷ്യ, നീ മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്നത് 3 തരം ഇരുട്ടുകൾക്കുള്ളിലായിക്കൊണ്ടാണ്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ജൂതനെന്നോ ജൈനനെന്നോ സിഖുകാരനെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ എന്നോ ഒരാൾ പോലും ഒരാളെയും ഉദ്ദേശിച്ചു മറിച്ച് മനുഷ്യനാണ് എങ്കിൽ ന്യൂഡൽഹിയിലെ തെരുവിൽ കാമഭ്രാന്തന്മാരാൽ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ എന്ന് വിളിക്കുന്ന മനുഷ്യത്വത്തിന് പോറലേറ്റിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. താൻ കിടന്നുറങ്ങിയ ഗർഭാശയത്തെ പോലും വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന യുവാക്കൾ ഇന്ന് ആധുനിക ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ, മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പദത്തിന്റെ മനുഷ്യത്വത്തിൽ നിന്ന് മനുഷ്യന്മാർ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് അനീതികളുടെയും അക്രമത്തിന്റെയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ, നമ്മുടെ ഭരണമേൽപ്പിക്കപ്പെട്ടവർ, നാം തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കപ്പെട്ട നേതാക്കന്മാരും ഭരണക്കാരുമൊക്കെ അനീതിയോടുകൂടി പെരുമാറുന്ന സമയത്ത്, അതേപോലെ തന്നെ അഴിമതിയും കൊള്ളയും കൊള്ളിവെപ്പും അതേപോലെ കൈക്കൂലിയുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യൻ എന്ന് പരിചയപ്പെടുത്തിയ മനുഷ്യന്റെ മനുഷ്യത്വത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇതാ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ശാന്തി മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിലാണ്. പക്ഷേ ശാന്തി മാത്രം കണ്ടെത്താൻ സാധിക്കുന്നില്ല, സമാധാനം മാത്രം കണ്ടെത്താൻ സാധിക്കുന്നില്ല. എവിടെ പോയാലും എവിടെ നിന്നാലും സമാധാനം കിട്ടാത്ത അവസ്ഥ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾക്ക് സമാധാനം വേണോ, നിങ്ങൾക്ക് ശാന്തി വേണോ, ആശ്വാസം വേണോ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് ഓർമ്മിക്കണം, ആലോചിക്കണം. അവനെക്കുറിച്ചുള്ള സ്മരണയിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ ലോകത്തിലേക്ക് കടന്നുവന്ന് സകലമാന ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ കരയ്ക്ക് കയറ്റുകയാണ് ചെയ്തത്. എല്ലാവിധ ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും മതചൂഷണങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യനെ കരകയറ്റി ശാന്തിയുടെ, സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സമത്വത്തിന്റെ സുന്ദരമായ ഒരു ലോകത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുവന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു വചനം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മെ ആരാണോ സൃഷ്ടിച്ചത്, നമ്മെ ആരാണോ പരിപാലിച്ചത്, 3 തരം ഇരുട്ടറകൾക്കുള്ളിലായിക്കൊണ്ട് 9 മാസവും ചില്ലുവാനും ദിവസവും ആരാണോ നമ്മെ സംരക്ഷിച്ചത്, ആരാണ് നമുക്ക് പോഷകാഹാരം നൽകിയത്, ആരാണ് നമുക്ക് കാഴ്ചയും കേൾവിയും നൽകിയത്, ആരാണ് കൈകൾ നൽകിയത്, ആരാണ് കാലുകൾ നൽകിയത്, ആരാണ് ചിന്തിക്കുവാനുള്ള ഹൃദയങ്ങൾ നൽകിയത്, ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, ആ സത്താവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുമ്പോൾ ഇതാ സമത്വം വരികയാണ്, സമാധാനം വരികയാണ്, ഐക്യം കടന്നു വരികയാണ്. അതിനുവേണ്ടി മനുഷ്യരോടായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടു. 2-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിലൂടെ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനുഷ്യരെയും ചിന്തിക്കുന്ന, മനനം ചെയ്യുന്ന, ആലോചിക്കുന്ന, പഠിക്കുന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും
ഖൽഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ പൂർവികരെ സൃഷ്ടിച്ച ഒരേ ഒരു സത്താവ്, ആ സത്താവിനെ ആരാധിക്കുന്നു എങ്കിൽ ആ സത്താവിനെയാണ് ആരാധിക്കേണ്ടത് മനുഷ്യരെ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ആ സത്താവിനെ ആരാധിക്കുന്നതിലൂടെ ഇതാ ലോകമൊന്നാവുകയാണ്, ലോകത്തിന്റെ ആരാധന ഒന്നാവുകയാണ്, മനുഷ്യരൊന്നാവുകയാണ്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ കൊടിക്കു വേണ്ടി അടിപിടിയില്ല, സ്ഥാനത്തിനു വേണ്ടി അടിപിടിയില്ല, അതേപോലെ ദൈവത്തിനു വേണ്ടി അടിപിടിയില്ല, അതേപോലെ ത്തിനു വേണ്ടി അടിപിടിയില്ല. മറിച്ച് ഒരു മനുഷ്യനായിക്കൊണ്ട് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു ജനസമൂഹത്തെ വളർത്തിയെടുക്കുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശുദ്ധമായ ഏകദൈവ ആരാധന സിദ്ധാന്തത്തിലേക്ക് കടന്നുവരുന്നതിലൂടെ മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ മാനവരോടായി ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, കൊടികളുടെ പേരിൽ നമ്മെ ഭിന്നിപ്പിക്കുമ്പോൾ, നമ്മെ അകറ്റുമ്പോൾ, നമ്മെ ചൂഷണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിതാ അതിൽ നിന്നുമൊക്കെ മനുഷ്യനെ സംരക്ഷിക്കുകയാണ്, അതിൽ നിന്നൊക്കെ മനുഷ്യനെ സംരക്ഷിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്ന ഈ മഹാത്ഭുതം ഖുർആൻ എന്ന് പറയുന്ന ഈ എക്സിബിഷൻ സ്റ്റാളിലേക്ക് കടന്നു വരാൻ ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, വർഗവ്യത്യാസമില്ലാതെ, വർണ്ണവ്യത്യാസമില്ലാതെ കടന്നു വരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണപ്പെടുന്നവരാണ്. ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലോകമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ കൃത്യമായി ദൃഷ്ടാന്തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്ന, മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് കേട്ടോ, മനുഷ്യ മരണത്തോടെ ജീവിതം അവസാനിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് മരണത്തോടെ ജീവിതം അവസാനിക്കുന്നു, അതുകൊണ്ട് രസിക്കുക, രമിക്കുക, സുഖിക്കുക, മതിക്കുക, സ്വതന്ത്രനായി പിറന്നു വീണം മനുഷ്യനെ മതമേലധ്യക്ഷന്മാർ നിയമങ്ങളിലൂടെ ചങ്ങലക്കിടുന്നതിൽ നിന്ന് ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിതാ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിലേക്ക് കടന്നുവരൂ എന്ന് പ്രഖ്യാപിക്കുമ്പോഴും വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെയല്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ അതിന് സ്വർഗമുണ്ട്, തിന്മകളാണ് ചെയ്യുന്നതിന് നരകമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിച്ചു. അതുകൊണ്ട് മനുഷ്യരെ ഇതാ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഓരോ മനുഷ്യനും നാളെ ദൈവത്തിന്റെ കോടതിയിൽ നിൽക്കേണ്ടവനാണ്. ആ നിൽക്കുന്ന സമയത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവരാണ്. അത് ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പൂർത്തീകരണമാണ്, ശാന്തിയാണ്, സമാധാനമാണ്, മോക്ഷമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്കിടയിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കിടയിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുവാൻ, സൂര്യന്റെ ചലനത്തെക്കുറിച്ചാണെങ്കിൽ, ചന്ദ്രന്റെ ചലനത്തെക്കുറിച്ചാണെങ്കിൽ, നക്ഷത്രങ്ങളെ കുറിച്ചാണെങ്കിൽ, രാവും പകലും മാറി വരുന്നതിനെ കുറിച്ചാണെങ്കിൽ, മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചാണെങ്കിൽ, പർവ്വതങ്ങളെ കുറിച്ചാണെങ്കിൽ, തേനീച്ചയെ കുറിച്ചാണെങ്കിൽ, എട്ടുകാലിയെ കുറിച്ചാണെങ്കിൽ, ഭ്രൂണത്തിലുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ചയെ കുറിച്ചാണെങ്കിൽ, ഏതുമായി കൊള്ളട്ടെ, ഏതൊരു കാര്യവും ഇതാ വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂക്ഷ്മമായി നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയാണ്. ധാർമ്മിക മേഖലയിലേക്ക് കടന്നു പോവുക ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ. ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യനിതാ ഉഴറിക്കൊണ്ടിരിക്കുകയാണ്. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഓരോ ദിവസം കഴിയും തോറും മനുഷ്യന്മാർ കടന്നു പോകുമ്പോഴും സാംസ്കാരിക മേഖല, ധാർമ്മിക മേഖല ഇതാ താഴോട്ടാണ് അതിന്റെ സൂചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തേ മനുഷ്യൻ ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്? മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അപജയം സംഭവിക്കുന്നു? ദൈവം തന്നിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ നിന്ന്, മാർഗദർശന ഗ്രന്ഥത്തിൽ നിന്ന് മനുഷ്യന്മാർ അകന്നുപോയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപജയങ്ങൾ മനുഷ്യ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സകലമാന തിന്മകളിൽ നിന്നും വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സംരക്ഷിച്ചു നിർത്തുകയാണ്. മദ്യത്തിൽ നിന്നും, മദിരാശിയിൽ നിന്നും, ചൂതാട്ടത്തിൽ നിന്നും, പലിശയിൽ നിന്നും, വ്യഭിചാരത്തിൽ നിന്നും, അങ്ങനെ തുടങ്ങുന്ന എന്തെല്ലാം അധാർമിക മേഖലകളുണ്ടോ അതിൽ നിന്നുമൊക്കെ മനുഷ്യനെ സംരക്ഷിച്ചു നിർത്തുന്ന സുന്ദരമായ ഉപദേശങ്ങൾ നിലനിൽക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ. അതേപോലെ തന്നെ വ്യക്തി, കുടുംബ, സാമൂഹിക ജീവിതത്തിലേക്ക് ഖുർആനിന്റെ പശ്ചാത്തലത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോവുകയാണെങ്കിൽ 3W എന്ന മൂന്നക്ഷരത്തിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു ജനതയെ 23
23 വർഷക്കാലഘട്ടത്തെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് പരിവർത്തിപ്പിച്ചെടുത്തപ്പോൾ കേവലം ആട്ടിടയന്മാരായിരുന്ന, തമ്മിൽ പോരടിച്ചിരുന്ന, പെണ്ണിനും യുദ്ധത്തിനും കള്ളിനും വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനത ഇതാ ഏറ്റവും നല്ല മാതൃകായോഗ്യരാക്കി മാറ്റിയില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജി പറഞ്ഞത്, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണെന്താണ്. എന്തുകൊണ്ടാണ്? ആ ഖലീഫ ഉമറിന്റെ മുഴുജീവിതത്തിലും വിശുദ്ധ ഖുർആൻ വെളിച്ചമായി, വഴിയായി, മാർഗമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുത്തു വിശുദ്ധ ഖുർആൻ. 23 വർഷ കാലഘട്ടത്തെ പ്രബോധന, പ്രവർത്തന, പരിചയപ്പെടുത്തലിലൂടെ അങ്ങനെ ഒരു ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ശാന്തിയോടെ, സമാധാനത്തോടെ, മദ്യപാനമില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, ചൂതാട്ടമില്ലാത്ത, ചൂഷണങ്ങളില്ലാത്ത, കൈക്കൂലിയില്ലാത്ത, അഴിമതിയില്ലാത്ത ഒരു ലോകമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സമാധാനത്തോടെ വീട്ടിലേക്ക് കടന്നു വരാൻ, സ്നേഹത്തോടെ കടന്നു വരുന്ന പിതാവിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഭർത്താവിനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, മക്കളെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ ഖുർആനിന്റെ ധാർമ്മിക മേഖലയിലേക്ക് കടന്നു വരാൻ മനുഷ്യരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഇന്ന് എന്റെ ഭർത്താവ് മദ്യപാനിയായിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരാതിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയെത്ര ഭാര്യമാർ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപിച്ചുകൊണ്ട് എന്റെ മകനിന്ന് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ എന്നാലോചിക്കുന്ന, ആഗ്രഹിക്കുന്ന എത്രയെത്ര മാതാപിതാക്കന്മാർ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മക്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ സഹോദരിമാർ അങ്ങനെ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് പരിഹാരം കാണണമെങ്കിൽ വിശുദ്ധ ഖുർആനിത നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായ തെളിവുകളോടെ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ആ ഖുർആനിന്റെ വചനങ്ങൾ ഒന്ന് പരിശോധിക്കുവാൻ, ആ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുവാൻ, ആ ഖുർആൻ ഒന്ന് പഠിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഇതാ ശാന്തിയും സമാധാനവും കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, ഖുർആൻ ഒന്ന് പഠിക്കുവാൻ, മഹാത്ഭുതം ഖുർആൻ എന്ന ഈ തലക്കെട്ട് തെരഞ്ഞെടുക്കുവാനുള്ള കാരണം തന്നെ ഈ ഖുർആൻ ലോകത്തിനു വേണ്ടി അവതരിച്ചതുകൊണ്ടാണ്. മുസ്ലിമിന് വേണ്ടിയിട്ടല്ല ഈ ഖുർആൻ അവതരിച്ചിരിക്കുന്നത്, മറിച്ച് മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മനുഷ്യരെ ഖുർആനിന്റെ ഇടയിലൂടെ ഒന്ന് കണ്ണോടിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഈ ഖുർആൻ നിങ്ങളെ വഴി നടത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ചൊവ്വായ മാർഗം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, ആ ചൊവ്വായ മാർഗത്തിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇന്നു മുതൽ മെയ് 5 വരെ നിലനിൽക്കുന്ന ഈ എക്സിബിഷൻ സ്റ്റാളിലേക്ക് കടന്നുവരണമെന്ന്, പഠിക്കണമെന്ന്, അറിയണമെന്ന് ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചുരുങ്ങിയ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, പക്ഷപാതിത്വമില്ലാതെ അതിന്റെ വചനങ്ങൾക്കിടയിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ പരമകാരുണികനും കരുണാനിധിയുമായ നാഥൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി